നമ്മൾ പ്ലാനിങ്ങേ അല്ല, പടച്ചവൻ്റെ പ്ലാനിങ് എന്ന് പറയുന്ന പോലെയാണല്ലേ. അപ്പം ഇന്നാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മോൻ്റെ മുഖത്തൊക്കെ ഫുള്ള് ഒരു ചെറിയ ചെറിയ കുരുപ്പുകൾ പോലെ കണ്ടു. അങ്ങനെ പിന്നെ നോക്കിയപ്പം ഫുള്ള് റാഷസ് ആയിട്ടുണ്ട്, പൊടി മൊത്തത്തിൽ റാഷസ് ആയിട്ടുണ്ടായിരുന്നു. 3 ദിവസമായിട്ട് നല്ല പനി ഉണ്ടായിരുന്നു മോനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ട്രാവലിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മെഡിസിൻസൊക്കെ കൊടുത്ത് നോക്കിയായിരുന്നു. അവൻ്റെ ഡോക്ടർ നാട്ടിൽ നമ്മൾ മിംസിൽ ഗോകുൽ ഡോക്ടറെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ മെഡിസിൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മുമ്പേ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മെഡിസിൻസൊക്കെ തന്നു. അങ്ങനെ പിന്നെ ഇവിടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഞാൻ കാണിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ ഞായറാഴ്ചയൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കാനാണ് പറ്റുക. പിന്നെ OP എടുക്കണമെങ്കിൽ തന്നെ ഓൺലൈനിലൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് നടന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ 50 റുപ്പീസാണ് 6 ഹവേഴ്സിന്, പിന്നെ 12 ഹവേഴ്സിന് 150 അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നടന്നിട്ട് കാഷ്വാലിറ്റിയിലേക്ക് പോയി. കാഷ്വാലിറ്റി പോയി ഡോക്ടർ ഫീവർ നോക്കിയപ്പം ചെറിയ ഫീവറേ ഉള്ളൂ, വലിയ ഫീവറൊന്നും ഇല്ല. പക്ഷേ ഇവിടെ കുട്ടികളെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ കുട്ടികളെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. നേരെ മെയിൻ ക്യാമ്പസ് ഉണ്ടല്ലോ അവിടത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അത് വെല്ലൂരാണ്, ഇത് റാണിപ്പേട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെല്ലൂരേക്ക് പോയി. അവിടെ പോയി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്. ഇവിടെയും അതേ റേറ്റ് തന്നെയാണ് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ സേഫായിട്ട് കാറൊക്കെ പാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ഒരുപാട് ബ്ലോക്ക്സ് ഉണ്ട്. അങ്ങനെ നമ്മളവിടെ എൻക്വയറി ചെയ്തപ്പം പീഡിയാട്രിക് ആയിട്ട് തന്നെയുള്ള ബ്ലോക്കും കാഷ്വാലിറ്റി ഒക്കെ ഉണ്ട്. അത് ഈ ഗൈനക്കിൻ്റെ അതേ ബ്ലോക്കിലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ കാഷ്വാലിറ്റി പോയി. അവിടെ മോനിക്ക് കാർഡൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കാണിച്ചപ്പോൾ. അങ്ങനെ കാർഡൊക്കെ എടുത്തു. സിസ്റ്റർ നോക്കി, പനിയൊക്കെ നോക്കി ചെക്ക് ചെയ്തു. അങ്ങനെ പിന്നെ കാർഡ് എടുത്തതിൻ്റെ ശേഷം ഡോക്ടർ നോക്കിയിട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ മോനിക്ക് വൈറൽ ഇൻഫെക്ഷൻ ആയതാണ്. 7 ദിവസമൊന്നും പുറത്ത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ടൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന്. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഇതേപോലെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് പ്രൊമോഷൻ വർക്ക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇൻഷാല്ലാ ചെയ്യണം. പിന്നെ ഇനി നാളെയും അങ്ങോട്ടൊക്കെ ഫുൾ അപ്പോയിൻമെൻറ്റ്സ് ആണ്. അപ്പം കൂടുതൽ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോനിക്ക് നല്ല ചുമ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചുമ ഉണ്ടെങ്കിൽ ഫിസിയോ പോലെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെസ്റ്റിലും അതേപോലെ പുറം ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ തടവി കൊടുത്തിട്ട് കഫം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കാൻ പറഞ്ഞു. അല്ലാണ്ട് കഫ് സിറപ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ പോവും. ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെയെന്നല്ല, ഈ കഫ് സിറപ്പ് ബാൻ ചെയ്തൊരു സംഭവമാണ്, അതൊരു സഡേറ്റീവ് കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുമ്പ് ഈ ചുമ വരുന്ന സമയത്ത് കഫ് സിറപ്പ് കുടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ചുമ കൂടാറുമുണ്ട്. അങ്ങനെ തന്നെ ഞാൻ 2-3 പ്രാവശ്യം അതേപോലെ സംഭവിച്ചപ്പോൾ പിന്നെ കഫ് സിറപ്പ് അങ്ങനെ കുടിക്കാറില്ല. അപ്പം നമുക്ക് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളാരും പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി, ഫിസിയോ പോലെ ചെയ്തിട്ട് കഫ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അല്ലാണ്ട് ഇങ്ങനെ മെഡിസിൻ കൊടുത്ത്, പ്രത്യേകിച്ച് കഫ് സിറപ്പ് കുഞ്ഞുങ്ങൾക്കോ വലിയ ആൾക്കോ കഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് ബാൻ ചെയ്തൊരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പം മുമ്പൊക്കെ അങ്ങനെ നമുക്ക് ചുമ ഉണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കഫ് സിറപ്പ് തരുമല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേഷൻസ് ഇങ്ങനെ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് ചുമയൊക്കെ കൂടുതൽ വന്നതിന് വേഗം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കഫ് സിറപ്പ് വാങ്ങിച്ചു കൊടുക്കും. കഫ് സിറപ്പ് പല ബ്രാൻഡുകളിലും ഉണ്ട്. ചില കഫ് സിറപ്പുകൾ ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ആ കഫ് സിറപ്പൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് ഇതേപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആണ് അതിനെക്കുറിച്ച് ആലോചിച്ചത്. ശരിയാണല്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മക്കൾക്ക് മാക്സിമം കഫ് സിറപ്പ് കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ചോദിക്കല്ലോ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, ഇത് ബാൻ ചെയ്തതല്ലേ, കഫ് സിറപ്പ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കഫ് സിറപ്പ് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ മോനിക്ക് ഇപ്പോൾ പറഞ്ഞത് 7 ദിവസം
പുറത്തൊന്നും കൊണ്ടുപോകരുത്. അവയ്ക്ക് ഒന്നാമത് പ്രീമെച്യൂർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. പറ്റുന്ന ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാം. നാളെ ഇതേപോലെ രാവിലെ ഹോസ്പിറ്റലിൽ പോവും. പിന്നെ മറ്റേ ഒരു സ്കോപ്പിൻ്റെ കാര്യം ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നാളെ രാവിലെ പോകണം. അത് കഴിഞ്ഞ് പിന്നെ ഹെമറ്റോളജി, പിന്നെ അന്ന് തന്നെ ആണ് ന്യൂറോ ഡോക്ടറെയും കാണാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പം ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോന്. ഓക്കെ, അപ്പം താങ്ക് യു.